ഈ പുസ്തകത്തിലെ 15-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം ഈ ഭൂമിയിൽ ദൈവിക ന്യായവിധി വരുവാൻ പോകുകയാണ്. ദൈവിക ന്യായവിധി വെള്ള സിംഹാസനത്തിൽ കർത്താവ് ഇരിക്കുന്ന അനുഭവമാണ് നമ്മളിപ്പോൾ ഇന്ന് രാവിലെ വായിക്കുവാനിടയായി തീർന്നത്. ഇന്ന് ദൈവം ഇരിക്കുന്ന, കർത്താവ് ഇരിക്കുന്ന സിംഹാസനത്തിന്റെ പേര് ആർക്കെങ്കിലും പറയുവാൻ കഴിയുമോ? ഇത് സിംഹാസനത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. കൃപാസനത്തിൽ ഇന്ന് രാവിലെ ദൈവം കർത്താവായിരിക്കുന്നുവെങ്കിൽ സ്തോത്രം. കർത്താവ് കൃപാസനത്തിൽ നിന്നും വെള്ള സിംഹാസനത്തിലേക്ക് മാറ്റപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അത് 1000 ആണ്ടിന് ശേഷമാണ്. ഈ 1000 ആണ്ട് സംവത്സരത്തിൽ 1000 ആണ്ടിന് ശേഷം സംഭവിക്കുന്ന ഈ നിത്യതയിലേക്ക് തുടരുന്ന നിത്യതയുടെ മുൻപായിട്ട് ഇപ്രകാരം, അല്ലെങ്കിൽ 1000 ആണ്ടിന് ശേഷമായിട്ട് ഉണ്ടാകുന്ന ഈ പ്രത്യേകമായ സമയത്ത് ഇവിടെ ഒരു പദം പറയുകയാണ്: ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെ തീപ്പൊയ്കയിൽ തള്ളിയിടും. ദാറ്റ് മീൻസ് വെള്ളസിംഹാസനത്തിന് മുൻപിൽ കടന്നു വരുന്ന എല്ലാ വ്യക്തികളും അവർ ജീവന്റെ പുസ്തകത്തിൽ പേര് എഴുതപ്പെടാത്തവരാണ്. സ്തോത്രം. എന്നാൽ അതേ സമയത്ത് കുറിന്ത്യ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, വീണ്ടും ജനിച്ച ദൈവമക്കൾ, സ്തോത്രം, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, ദൈവകൃപയിൽ ജീവിക്കുന്ന ദൈവമക്കൾക്ക് മറ്റൊരു സിംഹാസനമുണ്ട്. അവർ മറ്റൊരു സിംഹാസനത്തിന് മുൻപിലായിരിക്കും. ആർക്കെങ്കിലും പറയുവാൻ കഴിയുമോ? ആ സിംഹാസനത്തിന്റെ പേര് ന്യായാസനം എന്നാണ്. ഇന്ന് രാവിലെ ആ ചിന്തകൾ ന്യായാസനം എന്ന ചിന്ത അല്ലാത്തത് കൊണ്ട് ഞാൻ ഈ പദത്തിൽ ഇവിടെ നിൽക്കുകയാണ്. സ്തോത്രം. അപ്പോൾ വെള്ള സിംഹാസനത്തിന് മുൻപിൽ കടന്നു വന്നതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ, ജീവന്റെ പുസ്തകത്തിൽ പേര് എഴുതപ്പെട്ടില്ല എന്ന ഒറ്റ കാരണത്താൽ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലത്തെ ചിന്ത ഇപ്രകാരമാണ്: ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടാൽ, സ്തോത്രം, ആ പേര് അവിടുന്ന് മായ്ക്കപ്പെടുമോ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടാൽ ആ പേര് മായ്ക്കപ്പെടുമോ? പല വേദ ചിന്തകൾ അതിനോട് ബന്ധപ്പെട്ടുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ, സ്തോത്രം, നമുക്ക് പഠിക്കാം. സ്തോത്രം. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടാൽ അത് മായ്ക്കപ്പെടുമോ എന്ന് ഇന്ന് രാവിലെ ചിന്തിക്കാം. ബുക്ക് ഓഫ് റെവലേഷൻ, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വന്നാട്ടെ. 3-ാം അധ്യായം അതിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. ആ ആ ആ ആ ആ അപ്പോൾ സർദീസിലെ സഭയ്ക്ക് ദൂതൻ എഴുതുമ്പോൾ, സഭയുടെ ദൂതൻ എഴുതുമ്പോൾ 7 നക്ഷത്രമുള്ളവൻ അരുളി ചെയ്യുകയാണ്. എന്താ അരുളി ചെയ്യുന്നത്? പറയുകയാണ്, സ്തോത്രം, അവർക്ക് വെള്ള ഉടുപ്പ് ലഭിക്കും. അവരുടെ പേര് മായ്ച്ചു കളയാതെ, അവരുടെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുൻപിലും അവൻ്റെ പേർ ഏറ്റുപറയും. ദാറ്റ് മീൻസ് ഐ വിൽ നെവർ ബ്ലോട്ട് ഔട്ട് ഹിസ് നെയിം ഔട്ട് ഓഫ് ദ ബുക്ക് ഓഫ് ലോ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ആ ചിന്തകളിൽ നമുക്ക് മനസ്സിലാകും, സ്തോത്രം, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടാലും പുസ്തകത്തിൽ നിന്ന് പേര് മായ്ക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇന്ന് രാവിലത്തെ ചിന്ത അതാണ്. ആ ചിന്തയിലേക്ക് ഇന്ന് രാവിലെ ഞാൻ വരുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഈ വാക്യത്തിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു പദം പറയുന്നുണ്ട്. വേഴ്സ് നമ്പർ 4, 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്ക് ഉണ്ട്. ഇന്നത്തെ ലോകത്തിന്റെ പ്രത്യേകത, ഇന്നത്തെ ലോകത്തെ വിവിധ തരത്തിൽ നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. വിവിധ പദത്തിൽ ചിന്തിക്കുവാൻ കഴിയും. ഒരു പദം കൊണ്ട് അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ട് നമുക്ക് ഈ ലോകത്തിന്റെ പ്രത്യേകത ചിന്തിക്കുവാൻ കഴിയും. ആർക്കെങ്കിലും പറയാമോ ഈ ലോകത്തിന്റെ പ്രത്യേകത? ബൈബിൾ എന്ത് പറയുന്നു, അല്ലെങ്കിൽ നാം എന്ത് പറയുന്നു, ബൈബിളിനെ കുറിച്ച് എന്ത് പറയുന്നു? ഇന്നത്തെ ലോകത്തിന്റെ പ്രത്യേകത ഇനി പിടിക്കാൻ ദുഷ്ടലോകം, അല്ലെങ്കിൽ ഈവിൾ വേൾഡ്, മറ്റെന്തെങ്കിലും വക്രത നിറഞ്ഞ ലോകം, ഈവിൾ, റിബിലസ് വേൾഡ്, ഇങ്ങനെയുള്ള പല ചിന്തകൾ നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. വക്രത നിറഞ്ഞ ലോകമാണ്, ഈവിൾ വേൾഡ് ആണ്. നോഹിയുടെ കാലം പോലെ ഒരു കാലഘട്ടമായിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. നോഹിയുടെ കാലത്തിന്റെ പ്രത്യേകത അവിടെ പറയുന്ന, നോഹിയുടെ കാലത്തെക്കുറിച്ച് 2-3 പ്രത്യേകത നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നു. ഒന്ന്, നോഹ പ്രസംഗിച്ചുവെങ്കിലും അവന്റെ പ്രസംഗം അവർ വിശ്വസിച്ചില്ല. അപ്പോൾ വിശ്വസിക്കാത്തൊരു കാലഘട്ടം. ഈ കാലഘട്ടത്തിന് മറ്റൊരു പ്രത്യേകതയാണ്, വചനം പ്രസംഗിച്ചാലും അത് വിശ്വസിക്കാത്തൊരു കാലഘട്ടം. ദർ ഇസ് നോ ആബ്സല്യൂട്ട് ട്രൂത്ത് എന്ന ഒരു ചിന്ത ഇല്ലാത്ത ഒരു പോസ്റ്റ് കൊളോണിയൽ വേൾഡ് എന്ന് നമുക്ക് ഈ കാലഘട്ടത്തെ കുറിച്ച് പറയാൻ കഴിയും. അതിനേക്കാൾ ഉപരിയായിട്ട് ചില ചിന്തകന്മാർ പറയുന്ന മറ്റൊരു പദമുണ്ട്. ഇറ്റ് ഈസ് എ പോസ്റ്റ് ട്രൂത്ത് ഇറ എന്ന് പറയുന്നുണ്ട്. പോസ്റ്റ് ട്രൂത്ത് ഇറ, മലയാളത്തിൽ പോസ്റ്റ് ട്രൂത്ത് ഇറ എന്ന് പറഞ്ഞാൽ സത്യാനന്തര കാലം. സ്തോത്രം. ശിവപാഷ പദം പലപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സത്യാനന്തര കാലം.
ചിന്തകന്മാർ ചിന്തിക്കുന്നൊരു ഒരു നല്ല പദമാണ് സത്യ അനന്തരകാലം. ദാറ്റ് മീൻസ് സത്യം സത്യമല്ലെന്ന് വിശ്വസിപ്പിക്കുകയും കള്ളം സത്യമെന്ന് വിശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മളൊക്കെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഇമോഷണൽ. ഒരു 10 പ്രാവശ്യം കള്ളം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കും അതൊരു സത്യമാണെന്ന്. അതുകൊണ്ടാണ് മീഡിയ കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നത്. കള്ളങ്ങൾ പ്രചരിക്കപ്പെട്ട് നമ്മൾ പലപ്പോഴും ഈ കള്ളത്തിന് വശംവദരായി തീരാറുണ്ട്. നമ്മുടെ ചെറുപ്പക്കാർ വശംവദരായി തീരാറുണ്ട്, രാഷ്ട്രീയമായി വശംവദരായി തീരാറുണ്ട്, സാമൂഹ്യമായിട്ട് വശംവദരായി തീരാറുണ്ട്. കള്ളങ്ങൾ നമ്മെ സത്യമാണെന്ന് ചിന്തിപ്പിക്കുന്ന ഒരു കാലഘട്ടം. ഈ ചിന്തയ്ക്ക് തന്നെ ഈ ചിന്തകൾ ഉരുത്തിരിഞ്ഞത് മറ്റൊരു ഒരു ചിന്തകനിൽ നിന്നാണ്. ഖാലിൽ ജിബ്രാൻ എന്ന് പറയുന്ന ഒരു ചിന്തകനിൽ നിന്നാണ്. 20-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഖാലിൽ ജിബ്രാൻ എന്ന് പറയുന്ന ഒരു പോയറ്റ്, അല്ലെങ്കിൽ ഒത്തിരി നല്ല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഹി വാസ് അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായിരുന്നു, അമേരിക്കൻ ഒരു പോയറ്റ് ആയിരുന്നു. ബേസിക്കലി ജനിച്ചു വളർന്നത് എനിക്കൊന്നും മിഡിൽ ഈസ്റ്റ് സൈഡിൽ എവിടെയാണ്. ഇദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഒരു പോയം എഴുതിയിട്ടുണ്ട്. ആ പോയത്തിന്റെ പേര് ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോയി. പക്ഷേ ആ പോയത്തിൽ താൻ പറയുന്ന ഒരു കഥ ഇപ്രകാരമാണ്: സത്യവും കള്ളവും ഒരുമിച്ച് എവിടെ ഒരു യാത്ര പുറപ്പെട്ടു. സത്യവും കള്ളവും ഒരുമിച്ച് യാത്ര പുറപ്പെട്ടു. ഇവര് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ വഴിയിൽ ഒരു പോണ്ട്, ഒരു കുളം കണ്ടു, വെള്ളമുള്ള കുളം. അപ്പോൾ കള്ളം പറഞ്ഞു നമുക്ക് വെള്ളത്തിൽ കുളിക്കാം. അപ്പം സത്യം പറഞ്ഞു ഓക്കെ ലെറ്റ് us get into the water. അങ്ങനെ സത്യവും കള്ളവും വെള്ളത്തിൽ കയറി കുളിക്കുവാൻ തുടങ്ങിയപ്പോൾ തന്നെ കള്ളം ചെയ്ത കാര്യം എന്തെന്ന് ചോദിച്ചാൽ, കള്ളം സത്യത്തിന്റെ ഉടുപ്പിട്ടോണ്ട് സ്ഥലം വിട്ടു. അപ്പം സത്യം തിരിച്ചു വന്നപ്പോഴത്തേന് സത്യത്തിന് ഇപ്പോൾ ഉടുപ്പില്ല. അതുകൊണ്ട് ഖാലിൽ ജിബ്രാൻ പറഞ്ഞ ആ ടേമാണ് ട്രൂത്ത് ഈസ് ഓൾവേസ് നേക്കഡ്. ഇറ്റ്സ് എ നേക്കഡ് ട്രൂത്ത്. ആ പദത്തിന്റെ ഒറിജിനേഷൻ അവിടെയാണ്. ഇറ്റ് ഈസ് എ നേക്കഡ് ട്രൂത്ത്. സ്തോത്രം. സത്യമെന്നും നഗ്നമായിരിക്കും, എന്നാൽ കള്ളമെന്നും സത്യത്തിന്റെ മുഖം മൂടി കിട്ടും. റൈറ്റ്. ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്നാൽ വചനം ഇവിടെ പറയുകയാണ്, ഈ പ്രത്യേകമായി ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ നടുവിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ എനിക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു സ്തോത്രം പറയാമോ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നോഹയുടെ കാലഘട്ടത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. വഷളത്വം നിറഞ്ഞ ലോകം, അതിക്രമം നിറഞ്ഞ ലോകം. വചനത്തിൽ നോഹ പ്രസംഗിച്ചിട്ട് വിശ്വസിക്കാത്തൊരു കാലഘട്ടം. ദുഷ്ടത നിറഞ്ഞൊരു ലോകം, ദുഷ്ടത കൊണ്ട് ലോകം നിറഞ്ഞൊരു കാലഘട്ടം. എന്നാൽ ഈ ദുഷ്ടത നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നെങ്കിൽ തന്നെയും അതിന് നടുവിൽ ഒരു ഭവനം, ഒരു കുടുംബം, ഒരു വ്യക്തി, അവന്റെ മേൽ ദൈവത്തിന്റെ കൃപ വീണു. അവന്റെ പേരാണ് നോഹ. ബൈബിൾ ഇങ്ങനെ പറയുന്നു, നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. യഹോവയുടെ കൃപ ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ പറയട്ടെ, എത്രമാത്രം വഷളത്വവും അതിക്രമവും അധാർമികത ഈ ലോകം മുഴുവൻ തിങ്ങി നിറയുമ്പോഴും ഇന്ന് രാവിലെ ഒരു ദൈവ പൈതലിന് പറയുവാൻ കഴിയും, അതിന്റെ നടുവിലും ഞാൻ ദൈവത്തിന്റെ കൃപ അനുഭവിച്ചുകൊണ്ടിരിക്കും. എത്ര പേർക്ക് ഇന്ന് രാവിലെ പറയുവാൻ കഴിയും, ഞാൻ ഇതിന്റെ നടുവിലും ദൈവത്തിന്റെ കൃപ ഇന്ന് രാവിലെയും അനുഭവിക്കുന്നുണ്ട്? ദൈവകൃപ അനുഭവിക്കുന്നു എന്നുള്ളതിന്റെ ഒന്നാമത്തെ ലക്ഷണം എന്താ സണിച്ച? പ്രൈസ് ദി ലോർഡ്. ദൈവകൃപ അനുഭവിക്കുന്നു എന്നുള്ളതിന്റെ ഒന്നാമത്തെ ലക്ഷണം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക എന്നുള്ളതാണ്. ഇത്രയും പ്രതികൂലത്തിന്റെ നടുവിലും നോഹ ദൈവത്തിന്റെ കൃപ അനുഭവിച്ചുകൊണ്ട് അവൻ ദൈവത്തിൽ നിന്ന് ശബ്ദം കേട്ടു. സ്തോത്രം. ആ ശബ്ദം അവനും ആ കുടുംബത്തിനും അത് രക്ഷയ്ക്കായി കാരണമായി. അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ശബ്ദങ്ങളെല്ലാം നിന്നെ നിരാശപ്പെടുത്തുന്ന ശബ്ദങ്ങളാണെങ്കിൽ, ഇന്ന് രാവിലെ നിന്നെ ഉറപ്പിക്കുന്ന ശബ്ദം, നിന്നെ അരാറാത്ത് പർവ്വതത്തിൽ ഉറപ്പിക്കുന്ന ശബ്ദം, നിന്നെ വീണ്ടും നിലനിർത്തുന്ന ശബ്ദം, നിന്റെ നിത്യതയെക്കുറിച്ചുള്ള വാഗ്ദത്തം നൽകുന്ന ശബ്ദം, നിന്റെ തലമുറയെക്കുറിച്ച് പറയുന്ന ശബ്ദം, അത് ദൈവം ഇന്ന് രാവിലെ നൽകുവാൻ അവൻ ശക്തനാ. വിശ്വസിക്കുന്ന ദൈവങ്ങൾക്കായി ഈ രാവിലെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇനി ഈ സർദീസ് സഭയെ കുറിച്ച് ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. സർദീസ് എന്ന് പറയുന്ന ഈ പട്ടണം സ്ഥിതി ചെയ്തിരുന്നത് ഈ പ്രത്യേകമായ ഈ പട്ടണം സ്ഥിതി ചെയ്തിരുന്ന ഈ സ്ഥലം എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ, അന്നത്തെ കാലഘട്ടത്തിലെ ഒരു പ്രത്യേകമായ രാജ്യം ലിഡിയൻ കിങ്ഡത്തിലായിരുന്നു. ആ ലിഡിയൻ കിങ്ഡത്തിലെ ഒരു പ്രധാനപ്പെട്ട നഗരമായിരുന്നു.
ഇതിനെക്കുറിച്ച് ചരിത്രകാരന്മാർ സർദീസിനെ കുറിച്ച് പറയുന്നത് വെള്ളി സ്വർണ്ണ നാണയങ്ങൾ ആദ്യമായി രൂപപ്പെടുത്തിയ നഗരമായിരുന്നു സർദീസ് നഗരം. That means they were very rich. വളരെ ധനാഢ്യരായ പ്രതാപശാലികളായ മനുഷ്യർ ജീവിച്ചിരുന്ന ഒരു പട്ടണമാണ് സർദീസ് പട്ടണം. ഈ പട്ടണം സ്ഥിതി ചെയ്തിരുന്നത് ഒരു വലിയ മലയുടെ മുകളിലാണ്. അതുകൊണ്ട് തന്നെ മറ്റു രാജാക്കന്മാർക്ക് ആർക്കും ഈ രാജ്യത്തെ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ കഴിയില്ല എന്ന് അവർക്കും ഒരു വിശ്വാസം അവർക്ക് തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ആ വിശ്വാസത്തെ തകിടം മറിച്ചുകൊണ്ട് BC 549 സൈറസ്, കോരശ് എന്ന് പറയുന്ന രാജാവ്, നമുക്കറിയാവുന്ന കോരശ് എന്ന് പറയുന്ന രാജാവ് സർദീസിനെ കീഴടക്കി. അന്നു മുതൽ ഈ രാജ്യം തകർന്നുപോയി. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ രാജ്യം മലമുകളിലായതുകൊണ്ട് തന്നെ ഇതിന്റെ ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ nobody can enter into this kingdom. പക്ഷേ ഒരു ദിവസം കോരശിന്റെ പട്ടാളക്കാർ ഒരു സംഭവം കണ്ടു. മുകളിൽ നിൽക്കുന്ന ഒരു പടയാളി തൻ്റെ തൊപ്പി താഴേക്ക് വീണു, താഴ്വരയിലേക്ക് പതിച്ചു. അപ്പോൾ ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഈ പടയാളിയുടെ തലയിൽ വീണ്ടും ആ തൊപ്പി തിരികെ വന്നു. താഴ്വരയിലേക്ക് പതിച്ചത് അവർ കണ്ടു, താഴ്വരയിൽ ആ തൊപ്പിയില്ല. വീണ്ടും ഈ പടയാളിയുടെ തലയിൽ തൊപ്പി തിരിച്ചു വന്നു. സോ ഇവർക്ക് മനസ്സിലായി, ഈ മെയിൻ ഗേറ്റ് കൂടാതെ തന്നെ ഈ പട്ടണത്തിൽ പ്രവേശിക്കുവാൻ ഏതോ ഒരു ഹിഡൻ ഗേറ്റ് ഉണ്ട്. അങ്ങനെ അവർ വീണ്ടും റിസർച്ച് ചെയ്ത് സൈറസ് കോരശിന്റെ പടയാളികൾ റിസർച്ച് ചെയ്ത് അവർ ഫൈൻഡ് ഔട്ട് ചെയ്തു ആ ഗേറ്റ് ഏതാണെന്ന്. അങ്ങനെ ആ ഗേറ്റിൽ കൂടെ കയറിയാണ് സർദീസ് നഗരത്തെ അവർ കീഴ്പ്പെടുത്തിയത്. ഇന്ന് രാവിലെ അതിനകത്തൊരു ദൂതുണ്ട്. എല്ലാം ഒരു ദൂതാണെങ്കിലും അതിൻ്റെ അകത്തുനിന്ന് ഒരു ദൂത് പറയാം. നമ്മൾ അറിയാത്ത മേഖലകളിലും സ്തോത്രം ഇതിലൂടെ പ്രവേശിക്കലും നമ്മൾ ചിന്തിക്കുന്ന മേഖലകളും ദുഷ്ടൻ അതിന്മേലും സ്തോത്രം അതിന്മേലും പ്ലോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഓരോ ഗേറ്റുകളും സ്തോത്രം ജീവിതത്തിൻ്റെ ഓരോ ഗേറ്റുകളും നമ്മൾ അടച്ചുറപ്പാക്കേണ്ടത് വളരെ ആവശ്യമായ കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാൻ മടങ്ങി വരുന്നു. ഈ സർദീസ് സഭയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പറയുമ്പോൾ അത്ര നല്ല കാര്യമല്ല പറയുന്നത്. സർദീസ് സഭയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഇപ്രകാരമാണ്: ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. അപ്പോൾ ഇവിടുത്തെ ചിന്ത ഇങ്ങനെ ഞാൻ ആരംഭിക്കുന്നു. ഇന്ന് രാവിലത്തെ ചിന്ത ഇപ്രകാരം ആരംഭിക്കുന്നു: ജീവന്റെ പുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ പേര് മായ്ക്കപ്പെടുമോ? ഇവിടെ മായ്ക്കപ്പെട്ടു എന്നാണല്ലോ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്നാൽ മായ്ക്കപ്പെടാത്ത ഒരു ജനം, ഒരു റെമനന്റ്, ഒരു ശേഷിപ്പ് ആ സഭയിൽ ഉണ്ടായിരുന്നു എന്നും അവിടെ കാണുന്നു. സർദീസ് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ റെമനന്റ് എന്നാണ്, ശേഷിപ്പ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ റെമനന്റ്, ആ ശേഷിപ്പ് ആ സഭയ്ക്കകത്തുണ്ടായിരുന്നെങ്കിൽ എല്ലാ കാലഘട്ടത്തിലും ദൈവത്തിനൊരു റെമനന്റ് ഉണ്ട്, ഒരു ശേഷിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്തുകൊണ്ടാണ് ഇവരുടെ പേര് മായ്ക്കപ്പെട്ടത്? ഒന്നാമത്തെ കാരണം അവിടെ പറയുന്നു, അവർക്ക് ജീവനുള്ളവർ എന്ന പേരുണ്ടെങ്കിലും എന്താണ്? അവർ മരിച്ചവരാകുന്നു. ഞാൻ മരിച്ചതിനെ കുറിച്ച് ചില ആഴ്ചകൾക്ക് മുൻപ് ചിന്തിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വീണ്ടും പരിശുദ്ധാത്മാവ് ഈ ദൂത് എനിക്ക് നൽകി തന്നപ്പോൾ ഞാൻ ഇച്ചിരി ഒന്ന് മസിൽ പിടിച്ചത് പറയണോ വേണ്ടയോ എന്ന്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആത്മാവ് എന്നെ വീണ്ടും സ്തോത്രം പ്രേരിപ്പിച്ചത് കൊണ്ട് ഇന്ന് രാവിലെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ജീവനുള്ളവൻ എന്ന പേരുണ്ടെങ്കിലും മരിച്ചവനാകുന്നു. ഇവിടെ ജീവൻ എന്ന പദം, ഇവിടെ ഗ്രീക്കിൽ അവിടെ കാണുന്ന പദം സ്യൂക്കെ എന്ന പദമാണ്. സ്യൂക്കെ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നാച്ചുറൽ ലൈഫ്. അവർ ഇമോഷൻസ്, അവർ വിൽ ആൻഡ് ഇന്റലക്ട്, ഇത് കൂടുന്ന നാച്ചുറൽ ഭൗതിക ലൈഫിന് പറയുന്ന പേരാണ് സ്യൂക്കെ. എന്നാൽ യഥാർത്ഥമായ ലൈഫ് എന്ന് ചോദിച്ചാൽ സോയെ, ദ ലൈഫ് ഓഫ് ദ സ്പിരിറ്റ്, സോയെ. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ ഭൗതികമായി ഇവന് ജീവനുണ്ട്. കാര്യം അവന് വില്ലുണ്ട്, ഇന്റലക്ച്വൽ ഇമോഷൻസ് ഉണ്ട്, അവൻ ഭൗതികമായി സ്തോത്രം ഇതൊക്കെ കണ്ടും കേട്ടും ഒക്കെ ഇരിക്കുകയാണ്. പക്ഷേ അകത്ത് ഒരു ലൈഫുണ്ട്. അതിൻ്റെ പേരാണ് എന്താണ് പറഞ്ഞത്? സോയെ. എല്ലാവരും കേൾക്കുന്നുണ്ടോ? സ്തോത്രം. അകത്തൊരു ലൈഫുണ്ട്, അതിൻ്റെ പേരാണ് സോയെ. ഈ സോയെ നഷ്ടപ്പെടുത്തു, ദ സ്പിരിറ്റ് ലൈഫ് നഷ്ടപ്പെട്ടു. ഈ സ്പിരിറ്റ് ലൈഫ് നഷ്ടപ്പെട്ടത് കൊണ്ട് പരിശുദ്ധാത്മാവ് ഈ സഭയെ നോക്കി പറയുകയാണ്, നിനക്ക് ജീവനുണ്ട് എന്ന പേരുണ്ടെങ്കിലും നീ
മരിച്ചവനാകുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മരിച്ച എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തോ? മരിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം? പ്രൈസ് ദി ലോർഡ്. നമ്മൾ പറയും വേർപാട്, സ്തോത്രം. എന്നാൽ പുതിയ നിയമത്തിൽ മരിക്കുക എന്ന പദത്തിൻ്റെ അർത്ഥം, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ദൈവത്തിൽ നിന്നും അകന്നു മാറുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നും അകന്നു പോകുക എന്നുള്ളതാണ്. മരണം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ദൈവത്തിൽ നിന്ന് അകലുന്നത്? വചനം തന്നെ പറയുന്നു, നമ്മയും ദൈവത്തെയും തമ്മിൽ അകറ്റുന്നത് പാപമാണ്. അങ്ങനെയാണെങ്കിൽ പാപം നമ്മയും ദൈവത്തെയും തമ്മിൽ അകറ്റുന്നൊരു മേഖലയാണ്. എഫേസ്യ ലേഖനം 2:6 പറയുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. അങ്ങനെയാണെങ്കിൽ പാപം നമ്മുടെ ജീവിതത്തിൽ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന മേഖലയാണ്. മരിച്ച അവസ്ഥ, മരിച്ചു കഴിഞ്ഞാൽ ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് രാവിലെ പറയുന്നു, ശിംശോൻ എന്ന് പറയുന്ന അഭിഷിക്തൻ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. ഈ അഭിഷിക്തന് നഷ്ടപ്പെട്ടത് എന്തെന്ന് ചോദിച്ചാൽ, ഒരു ദിവസം അവൻ ദലീലയുടെ മടിയിൽ കിടന്നുറങ്ങി. ആ കിടന്നുറങ്ങിക്കഴിഞ്ഞപ്പോൾ അവൻ ചിന്തിച്ചു, സ്തോത്രം, ഫിലിസ്ത്യർ വന്നപ്പോൾ അവൻ ചിന്തിച്ചു, അവന് ശക്തിയോടെ അവരെ കുടഞ്ഞെറിയാമെന്ന് ചിന്തിച്ചെങ്കിലും ആ ഉറക്കത്തിൽ നഷ്ടപ്പെട്ടത് അവൻ്റെ സോയെ നഷ്ടപ്പെട്ടു. സ്തോത്രം, അവൻ്റെ അകത്തെ ജീവൻ നഷ്ടപ്പെട്ടു. അവൻ അറിഞ്ഞില്ല അവൻ്റെ മേലുള്ള ജീവൻ നഷ്ടപ്പെട്ടത്. ഇന്ന് രാവിലെ ഓർക്കണം, ഉറങ്ങിക്കിടക്കുമ്പോൾ, മരിച്ച അവസ്ഥയിൽ കിടക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൻ്റെ സോയെ നഷ്ടപ്പെടും. ദ സ്പിരിറ്റ് ലൈഫ് നഷ്ടപ്പെടും. സ്പിരിറ്റ് ലൈഫ് നഷ്ടപ്പെടും, നമ്മൾ അറിയത്തില്ല. സ്തോത്രം, മരിച്ച അവസ്ഥയിലാകും. സ്തോത്രം, ആ സമയത്ത് പ്രൈസ് ദി ലോർഡ് മരിച്ച അവസ്ഥയിലായി തീരുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഈ സഭയ്ക്ക് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ആ സോയെ നഷ്ടപ്പെട്ടു. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ഈ സഭയോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്. എന്താ പറയുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേര് വീണ്ടും എഴുതാം. എങ്ങനെ എഴുതാം? അടുത്ത പദം പറയുകയാണ്. എന്താ പറയുന്നത്? അടുത്ത പദം എന്താ പറയുന്നത്? നോക്കിക്കേ, ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. സ്തോത്രം, ഉണർന്നാൽ പ്രൈസ് ദി ലോർഡ്, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിച്ചാൽ പ്രൈസ് ദി ലോർഡ്, നഷ്ടപ്പെട്ട പേര് ഞാൻ മടക്കി തരാം. എന്താണ് ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഇങ്ങനെ ഞാൻ പറയാം, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക എന്ന് പറഞ്ഞാൽ, സ്തോത്രം, വലിയൊരു തീ കത്തിക്കൊണ്ടിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ ആ തീ ഓൾമോസ്റ്റ് കെട്ടുപോയി. അതിൻ്റെ കെട്ടവസാനിച്ച് ഏറ്റവും അതിൻ്റെ ആത്യന്തികമായി പൂർണ്ണമായി തീർന്നുകൊണ്ടിരിക്കുമ്പോഴും അതിന് നടുവിൽ, സ്തോത്രം, ഒരു ചെറിയ ഒരു അനക്കം, ഒരു ചെറിയ ഒരു പൊടിക്കെട്ടി. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധാത്മാവ് പറയുകയാണ്, കെട്ടണഞ്ഞു പോയതിന് മേൽ ഒരല്പം തരി പോലെ ഇന്ന് രാത്രിയിൽ എവിടെയോ എങ്ങോ ഉള്ള ഒരു സ്പിരിച്വൽ സോയെ, ദ സ്പിരിച്വൽ ലൈഫ് ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ നീ വീണ്ടും അതിനെ ആത്മാവിൽ കത്തിച്ചെടുത്താൽ, ഫാൻ ഇൻ ടു ഫ്ലെയിം, അതിനെ വീണ്ടും കത്തിച്ചാൽ, സ്തോത്രം, നഷ്ടപ്പെട്ട പേര് ഞാൻ മടക്കി തരാം. സന്തോഷത്തോടെ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, നഷ്ടപ്പെട്ട പേര്, സ്തോത്രം, നഷ്ടപ്പെട്ട പേര് തിരിച്ചു. എങ്ങനെയാണ് നമുക്ക്, സ്തോത്രം, എങ്ങനെയാണ് ഫാൻ ഇൻ ടു ഫ്ലെയിം, എങ്ങനെയാണ് വീണ്ടും ചാവാറായ ശേഷിപ്പിനെ ഒന്ന് ശക്തീകരിക്കാൻ കഴിയുന്നത്? 2-3 പദങ്ങൾ ഞാൻ പറയാം എങ്ങനെ ഇന്ന് രാവിലെ ശക്തീകരിക്കാൻ കഴിയുന്നത്. ഒന്നാമത്തെ പദം ഞാൻ പറഞ്ഞു, 2 തീമോത്തിയോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 2 Timothy chapter 2 verse number 1. ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ നീ ശക്തിപ്പെടുക. Praise the Lord. My child, be strengthened by the grace that is in Christ Jesus. ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ നീ ശക്തിപ്പെടുക. കൃപ, പ്രൈസ് ദി ലോർഡ്. എന്താ അവിടെ പറയുന്നത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഓൾറെഡി മുമ്പ് പറഞ്ഞു, ഇപ്പോൾ കർത്താവ് ഇരിക്കുന്ന സിംഹാസനത്തിന്റെ പേരാണ്
ദ മേഴ്സി സീസൺ നമ്മൾ പറയും, ബട്ട് ഇത് മലയാളത്തിൽ കൃപാസനം എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 16 പറയുന്നു, ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തേക്ക് നമുക്ക് ഇന്ന് രാവിലെ ചെല്ലാം. ഏതാ ധൈര്യത്തോടെ? ആ കൃപാസനം എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് ദി ലോർഡ്, അത് പ്രാർത്ഥനാ മുറിയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ സ്തോത്രം ധൈര്യത്തോടെ ദൈവത്തിന്റെ കൃപാസനത്തിനടുത്തേക്ക് ഈ പ്രഭാതത്തിൽ ചെല്ലുന്ന ഒരു ദൈവ പൈതലിന് സ്തോത്രം നഷ്ടപ്പെട്ട ആ തീയെ ഇന്ന് രാവിലെ മടക്കി ലഭിക്കുവാൻ കഴിയും. നിന്റെ പ്രാർത്ഥനയിലൂടെ ഇന്നലകളിൽ കൊഴിഞ്ഞുപോയ തീയ്, സ്തോത്ര ഇന്നലകളിൽ നീ നഷ്ടപ്പെട്ടു പോയ തീയ് ഇന്ന് രാവിലെ ഒന്ന് വീണ്ടും മടക്കിയെടുക്കുവാൻ വീണ്ടും ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തേക്ക് ചെന്നാൽ വീണ്ടും തിമോത്തിയോസേ നിനക്ക് വീണ്ടും കൃപയാൽ ശക്തിപ്പെടുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ സ്തോത്രം കർത്താവ് പറയുന്ന ഒരു പദമുണ്ട്. എന്താ പറയുന്നത്? സ്തോത്രം, നിങ്ങൾ യെരൂശലേമിൽ കൂടിയിരിക്കണം. എന്തിനെന്ന് ചോദിച്ചാൽ സ്തോത്രം ശക്തി ലഭിക്കേണ്ടതിന്. ശക്തി ലഭിച്ചിട്ട് സ്തോത്രം യെരൂശലേമിൽ, യഹൂദയിൽ, ശമരിയിൽ, ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളും. അങ്ങനെയാണെങ്കിൽ രണ്ടാമത് ശക്തിപ്പെടുവാൻ ആത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ വേണം. ആത്മാവിൻ്റെ ശക്തി വേണമെങ്കിൽ ആത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി കാത്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ നഷ്ടപ്പെട്ട ശക്തി ഇന്ന് രാവിലെ മടക്കി ലഭിക്കുവാൻ ആ ദൈവസന്നിധിയിൽ ആത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി ദൈവമക്കൾ കാത്തിരിക്കണം. പ്രസംഗം കേട്ടതുകൊണ്ട് ശക്തി തിരിച്ചു വരത്തില്ല. വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെ മാർക്കിട്ടിട്ട് പോകാൻ നല്ല മെസ്സേജ് ആയിരുന്നു, തിയോളജിക്കൽ മെസ്സേജ് ആയിരുന്നു, എക്സ്പോസിറ്ററി മെസ്സേജ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പോകാം. പക്ഷെ ഇന്ന് രാവിലെ യഥാർത്ഥമായി ശക്തിപ്പെടണമെങ്കിൽ, ചാവാറ ശേഷിപ്പിനെ ഈ രാവിലെ ശക്തീകരിക്കണമെങ്കിൽ ഈ രാവിലെ ദൈവസനെ കാത്തിരുന്ന് ശക്തി പുതുക്കിയാൽ മാത്രമേ പറ്റത്തുള്ളൂ. തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, ബാലിക്കാർ ക്ഷീണിച്ച് തളർന്നു പോവും, യവനക്കാർ ഇടറി വീഴും, എങ്കിലേ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ആരാ ചിറകടിച്ചു വരുമെന്ന് ചോദിച്ചാൽ യഹോവയെ കാത്തിരിക്കുന്ന തൻ്റെ മക്കൾ, ദൈവസനെ കാത്തിരിക്കുന്ന തൻ്റെ മക്കളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി, ശക്തി ഇന്ന് രാവിലെ പുതുക്കപ്പെടുവാനിടയായി തരും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാനിങ്ങനെ സ്തോത്രം ചിന്തിക്കുവാനിടയായി തീർന്നു. മഹത്വം പോയി, കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതാണ്, മഹത്വം പോയിക്കൊണ്ടിരുന്ന ഒരു സമയം, ഏലിയുടെ മക്കൾ ദുർമാർഗികളായി അതിക്രമം കൊണ്ട് ദേശം നിറഞ്ഞിരുന്ന ഒരു പ്രത്യേകമായ സംവത്സരം, ദൈവാലോചന നഷ്ടമായ ഒരു കാലഘട്ടം. ആ സമയത്താണ് ഹന്ന ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നത്. സ്തോത്രം. മഹത്വമില്ലാതെ സ്തോത്രം ദേശത്ത് മഹത്വം പോയ ഒരു പ്രത്യേകമായ സമയം. എന്നാൽ ദൈവസന്നിധിയിൽ കരയുന്നൊരു ഹന്ന പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഇതിൻ്റെ നടുവിൽ എനിക്ക് ഒരു തലമുറയെ തന്നാൽ ഞാൻ അങ്ങേക്ക് വേണ്ടി അതിനെ നേരാം. ആ ഹന്നയുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ദൈവം കേട്ടിട്ട് ദൈവം അവനൊരു ശൗമേൽ ബാലനെ നൽകി കൊടുത്തു. വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ദാൻ മുതൽ ബേർശേബ വരെ വിശ്വസ്ത പ്രവാചകനെ ശൗമേലിലൂടെ ആ ദേശത്തിന്റെ ഉണർവിന് വേണ്ടി ദൈവം പുറത്തെടുത്തുവെങ്കിൽ ഇന്ന് രാവിലെ ആത്മാവിൽ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ച് ഇപ്രകാരം പറയുന്നു, സ്തോത്ര, മഹത്വം പോയ ഒരു കാലഘട്ടത്തിൽ ചില ശൗമേലിനെ എഴുന്നേൽപ്പിക്കുവാൻ എന്റെ ദൈവം ശക്തനാ. Praise the Lord. Praise the Lord. ബ്രദർ ആൻഡ്രൂ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ഹി വാസ് എ ഗോഡ് സ്മഗ്ലർ എന്നാ പറയുന്നത്. ഗോഡ് സ്മഗ്ലർ കേട്ടിട്ടുണ്ടോ? ആൻഡ്രൂവിന്റെ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ബ്രദർ ആൻഡ്രൂ റഷ്യയിലെ സുവിശേഷം പറഞ്ഞ, സോവിയറ്റ് യൂണിയനിലെ സുവിശേഷം പറഞ്ഞു, ബൈബിൾ അവിടെ കടത്തി സുവിശേഷം പറഞ്ഞ ഒരു ആൻഡ്രൂ, റഷ്യക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആൻഡ്രൂ ഒരു ദിവസം തന്നെ ഒരു ട്രഡീഷണൽ ചർച്ചിൽ ഇരുന്ന് ചെന്നു. രാവിലെ അവിടെ ചെന്നപ്പോഴത്തേന് വളരെ നിരാശകരമായ അനുഭവങ്ങൾ, തന്നെ ആത്മീയമായിട്ട് തനിക്കൊന്നും പ്രാപിക്കാൻ കഴിയുന്നില്ല. ഞാനിങ്ങനെ ചിന്തിച്ചു, കർത്താവേ, അടുത്ത ചില വർഷങ്ങൾ കഴിയുമ്പോൾ ഈ സഭ ഇല്ലാതെയായി പോകുമല്ലോ, ഇതിനകത്തൊരു തീവില്ലല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവ് അവൻ്റെ ഉള്ളിൽ പറയുകയാണ്, ആൻഡ്രൂ, എൻ്റെ ശക്തിയെ ഞാൻ ഇതിനകത്ത് പകരും. അവൻ അതിൻ്റെ അകത്തിരുന്ന് കരയുക. അന്ന് ആ മണിക്കൂറുകൾ പ്രാർത്ഥന നടക്കുമ്പോൾ അവൻ മറ്റൊന്നും ചിന്തിക്കാതെ അവൻ കരഞ്ഞുകൊണ്ടിരുന്നു. സംഭവിച്ച കാര്യം, അവിടെ ആ മീറ്റിംഗ് ആശീർവാദം പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യ ആലയത്തിനകത്ത് ഇറങ്ങി.
അന്നത്തെ ജനം ആത്മാവിനെ നിറയപ്പെടുവാനിടയായി തീർന്നു. സോവിയറ്റ് യൂണിയനിലെ ഉണർവുണ്ടായി. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ പറയാം, തീ വെച്ചും ചുട്ടും ചാമ്പലായി എന്ന് പറയുന്ന മേഖലയുടെ നടുവിൽ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാൻ ഇതിന്റെ നടുവിൽ ഒരു കൂട്ടമുണ്ടെങ്കിൽ, ഇതിന്റെ നടുവിൽ ഇടിവ് നിൽക്കുവാൻ ഒരു കൂട്ടമുണ്ടെങ്കിൽ, ഇതിന്റെ നടുവിൽ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കൂട്ടമുണ്ടെങ്കിൽ, ഇതിന്റെ നടുവിൽ ചുട്ടും ചാമ്പലായി പോയി എന്ന് ലോകം വിധി എഴുതിയ ഇതിന്റെ മേഖലകളുടെ മേലും ദൈവത്തിന്റെ പ്രവൃത്തിയെ അവൻ തികയ്ക്കുവാൻ ശക്തനായ ദൈവമാണ്. Praise the Lord. Praise the Lord. Praise the Lord. പറയാണ്, ഹല്ലേലൂയ. ഉണർന്നുകൊള്ളുക, ചാവാറെ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. അടുത്ത പദം ഇങ്ങനെ പറയാണ്, ഞാൻ നിന്റെ പ്രവൃത്തി, സ്തോത്രം, പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ഞാൻ നിന്റെ പ്രവൃത്തി പൂർണ്ണതയുള്ളതായിട്ട് കണ്ടില്ല. Praise the Lord. എന്താ ഈ പ്രവൃത്തി പൂർണ്ണതയുള്ളതായി കണ്ടില്ല എന്ന് പറഞ്ഞാൽ? ഞാൻ ഇന്ന് രാവിലെ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ 2-3 പദങ്ങൾ പറയണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി. മത്തായിയുടെ സുവിശേഷം 5:13 വാക്യം പെട്ടെന്നൊന്ന് വായിക്കാമോ? 1-2 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചാട്ടെ. മാത്യു ചാപ്റ്റർ 5. യെസ്. ഉപ്പ് കാരമില്ലെങ്കിൽ അതുകൊണ്ട് എന്താ രസം വരുത്തുന്നത്? ഉപ്പ് രസം വരുത്തണമെങ്കിൽ അതിന് കാരം വേണം. ഉപ്പിന് കാര്യമില്ലെങ്കിൽ അത് ഉപ്പല്ല. യു ഗോട്ട് ഇറ്റ്? പ്രൈസ് ദി ലോർഡ്. ഉപ്പ്, ഇപ്പൊ ഇതിന്റെ പേര് സോൾട്ട് എന്ന് എഴുതിയിരിക്കുന്നത്, പക്ഷേ ഇതിന് കാര്യമില്ലെങ്കിൽ, അതിന് രസം വരുത്തുവാനുള്ള ആ സാധനമില്ല, കെമിസ്ട്രി ഇല്ലെങ്കിൽ ഉപ്പല്ല. ഒരു പ്രയോജനമില്ല ഉപ്പ് കൊണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ പറയാം, സ്തോത്രം, ക്രിസ്ത്യാനി എന്നാണ് നമുക്ക് പേര്, പക്ഷേ ക്രൈസ്റ്റ് ഇല്ലെങ്കിൽ, സ്തോത്രം, യാതൊരു പ്രയോജനമില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സുവിശേഷകനാണെന്ന് പേര്, പക്ഷേ പറയാനൊരു ദൂത് കയ്യിലില്ലെങ്കിൽ യാതൊരു പ്രയോജനമില്ല. പെന്തക്കോസ്താണെന്നാണ് പേര്, പക്ഷേ പെന്തക്കോസ്തിന് തീയില്ലെങ്കിൽ പെന്തക്കോസ്ത് അല്ല. ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ബ്രന്തക്കോസ്ത് ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസ്ത് മാറി എല്ലാവരും ബ്രന്തക്കോസ്ത് ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്നാൽ യഥാർത്ഥമായ പെന്തക്കോസ്തായി നിലനിൽക്കണമെങ്കിൽ പെന്തക്കോസ്തിനകത്ത് ദൈവശക്തി വ്യാപരിക്കണം, അല്ലെങ്കിൽ ഇത് ബ്രന്തക്കോസ്തായി മാറും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൂർണ്ണതയുള്ളതായിട്ട് കണ്ടില്ല, ഉപ്പ് കാരമില്ലെങ്കിൽ പ്രയോജനമില്ല. അടുത്ത പദം 5:14 വെളിച്ചത്തെ കുറിച്ച് പറഞ്ഞു. അത് വായിച്ച മോളെ. വിളക്ക് കത്തിച്ച് പറയും കീഴിലല്ല, തണ്ടിൽ മേൽ വെക്കണം. എന്താ പറയുന്നത്? നിങ്ങൾ വിളക്കാണ്. നിങ്ങളെക്കുറിച്ചുള്ള ഉദ്ദേശം ലോകത്തിൻ്റെ വെളിച്ചമായി മലമുകളിൽ പ്രകാശിക്കണമെന്നുള്ള. പക്ഷെ നിങ്ങൾ മലമുകളിൽ പ്രകാശിക്കാതെ വണ്ണം നിങ്ങൾ തണ്ടിന്, സ്തോത്രം, ഇപ്പോൾ പറയിൻ കീഴില നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ഒരു പ്രയോജനമില്ല. പ്രകാശമാണ്, നിങ്ങളുടെ പേര് വെളിച്ചമെന്നാണ്. പക്ഷേ വെളിച്ചം എന്ന പേര് കൊണ്ട്, സ്തോത്രം, അതിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നില്ലെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മെ നോക്കി പറയാണ്, നിന്റെ പ്രവൃത്തി എൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ള കണ്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, ആത്മാവ് നമ്മോട് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഉപ്പ് കാരമില്ലാതെ പോയാൽ അതുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രയോജനമില്ല. വെളിച്ചമുണ്ടെങ്കിലും അത് പ്രയോജനപ്പെടേണ്ടടുത്ത് പ്രയോജനപ്പെടാതെ, ദൈവം നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെ, ദൈവം നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന നിയോഗത്തെ, ദൈവം നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന താലന്തുകളെ അതേതോ പറയിൻ കീഴിൽ, സ്തോത്രം, അടച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ, കർത്താവ് പരിശുദ്ധാത്മാവ് നമ്മെ നോക്കി പറയുന്ന പദമാണ്, നിങ്ങൾ പല പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളുടെ പ്രവൃത്തി എൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായിട്ട് കണ്ടില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ പറയുകയാണ്, ആകയാൽ മാനസാന്തരപ്പെടുക. ഞാനും പറഞ്ഞല്ലോ, ആകയാൽ മാനസാന്തരപ്പെടുക. ഈ മാനസാന്തരപ്പെടുക എന്ന പദം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക വൺ ടൈം ആക്ട് എന്നാണ്. പക്ഷേ ദൈവവചനം വായിക്കുമ്പോൾ നമുക്കറിയാം, സ്തോത്രം, മാനസാന്തരം എന്നുള്ളത് ഇറ്റ്സ് എ ഡെയിലി എക്സസൈസ് ആണ്, ഇറ്റ്സ് എ ഡെയിലി എക്സ്പീരിയൻസ് ആണ്.
റോമാലേഖനം 12-ാം അധ്യായത്തിന് 1-2 വാക്യങ്ങൾ പറയുമ്പോൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നതാണ് ഒരു ദൈവ പൈതലിനെ കുറിച്ചുള്ള മാനസാന്തരം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ദൈവസന്നിധിയിലായിരിക്കുന്ന ഒരു ദൈവ പൈതൽ സ്തോത്രം മാനസാന്തരപ്പെട്ട് ദൈവസ്ഥലേക്ക് മടങ്ങി വന്നാൽ വചനമെങ്കിൽ ഇപ്രകാരം പറയുന്നു, സ്തോത്രം സ്തോത്രം, നഷ്ടപ്പെട്ട പേര് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ക്കപ്പെട്ട പേര് ഈ രാവിലെ അതിനെ മടക്കിയവൻ വീണ്ടും എഴുതുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ജീവപുസ്തകത്തിൽ നിന്ന് പേരെഴുതിയവരാരും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അവരെല്ലാവരും തീപ്പൊയ്കയിൽ തള്ളിയിടും. എന്നാൽ ഇന്ന് രാവിലെ സ്തോത്രം നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടോ എന്ന് ഇന്ന് രാവിലെ അതിനെ മേക്ക് ഷുവർ ചെയ്തിട്ട് മാത്രമേ ഈ രാവിലത്തെ യോഗം കഴിഞ്ഞ് നമ്മൾ മടങ്ങാവുള്ളൂ. കണ്ണുകളെല്ലാവരും അടച്ചാട്ട് സ്തോത്രം. വർഷിപ്പ് ടീം മുന്നോട്ട് കടന്നു വരുമ്പോൾ ആത്മാവിൽ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഈ ദൂത് ഞാൻ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ജീവന്റെ പുസ്തകം സ്തോത്രം. ഈ ജീവന്റെ പുസ്തകം എന്ന പദം വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ 5-6 പ്രാവശ്യങ്ങൾ ആ പദം നമുക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. റെവലേഷൻ 20:12 പ്രൈസ് ദി ലോർഡ് ആ പദം ഇങ്ങനെ പറയുന്നുണ്ട്. സ്തോത്രം. എന്താ പറയുന്നതെന്ന് അറിയാമോ? പ്രൈസ് ദി ലോർഡ്. മരിച്ചവൾ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്നൊരു മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നൊക്കെ ഒത്തവണ്ണം മരിച്ചവർക്ക് ന്യായവിധി ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ സ്തോത്രം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ജീവന്റെ പുസ്തകം എന്ന പദം ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വീണ്ടും ജന്മം പ്രാപിച്ച ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതലിന് സ്തോത്രം സ്വർഗത്തിൽ അനുഭവിക്കുന്ന സ്തോത്രം ആ നിത്യതയിലേക്ക് തന്നെ പ്രവേശിപ്പിക്കുന്ന റിക്വയർമെന്റ് ആണ് ഈ ജീവന്റെ പുസ്തകം എന്ന ആ മെറ്റഫോർ കൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ നമ്മൾ ഒരിക്കൽ കൂടെ മേക്ക് ഷുവർ, കർത്താവേ എൻ്റെ പേര് ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, ഞാൻ സ്നാനപ്പെട്ടവനാണ്, ഞാൻ ഒരു കാലത്ത് ദൈവത്തിന് വേണ്ടി ജീവിച്ചവനാണ്. എന്നാൽ ഇന്ന് രാവിലെ എൻ്റെ അവസ്ഥ എന്തായിരിക്കുന്നു? ഇന്ന് രാവിലെ ഞാൻ ഉറക്കത്തിലാണോ? ഇന്ന് രാവിലെ ഞാൻ മയക്കത്തിലാണോ? സ്തോത്രം. ഇന്ന് രാവിലെ ഞാൻ ഉറങ്ങിയിരിക്കുകയാണോ? മരിച്ച സ്ഥിതിയിലാണോ? അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവേ ഈ രാവിലെ ചാവാറ ശേഷിപ്പിനെ ഒന്നും കൂടെ ശക്തീകരിക്കണമേ. എന്നെ ഒന്നും കൂടെ ഒന്ന് ശക്തീകരിക്കണമേ. കർത്താവേ അങ്ങയുടെ പ്രവൃത്തിക്കായി എന്നെ ഒരുക്കണമേ. പ്രൈസ് ദി ലോർഡ്. നഷ്ടപ്പെട്ട സോയ ലൈഫ് എനിക്ക് ഇന്ന് രാവിലെ ഒന്ന് മടക്കി തരണമേ എന്ന് എത്ര പേർ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കുന്നവർ സ്തോത്രം എഴുന്നേറ്റ് ചില നിമിഷങ്ങളൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ട്, ഈ രാവിലെ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. കർത്താവേ എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട എൻ്റെ സോയ ലൈഫ്, എൻ്റെ സ്പിരിറ്റ് ഫിൽഡ് ലൈഫ് ഒന്ന് മടക്കി തരണമേ പിതാവേ. സാഹചര്യങ്ങൾ പലപ്പോഴും എന്നെ മുന്നോട്ട് വിടാതെ വണ്ണം എന്നെ വരിഞ്ഞു മുറുക്കുമ്പോൾ ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന പിതാവേ, എന്റെ മേൽ അങ്ങയുടെ പ്രവൃത്തിയുടെ കരം വീണ്ടും അങ്ങ് വെളിപ്പെടുത്തണമേ. എന്റെ മേൽ ദൈവ പ്രവൃത്തിയുടെ മഹത്വം വെളിപ്പെടണമേ. ഇന്ന് രാവിലെ വചനം കേട്ട് ഇതിനെ നിങ്ങൾക്ക് നിരാകരിക്കുവാൻ കഴിയും. ഈ രാവിലെ ഈ വചനത്തെ റിസീവ് ചെയ്യുവാൻ കഴിയും. വചനത്തെ റിസീവ് ചെയ്ത ലക്ഷണമാണ് മാനസാന്തരം. എന്നാൽ നിരാകരിച്ച് ഈ പട്ടസ്തോത്ര ഈ ഹോൾ വിട്ട് മടങ്ങിയാൽ സ്തോത്ര ഓ ഹല്ലേലൂയ ഇന്ന് രാവിലെ ഓ കേട്ട വചനം നിങ്ങൾക്ക് അത് ഉപകാരമായി ഫലിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഒരിക്കൽ കൂടി ദൈവത്തിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട്, കർത്താവേ ഈ വചനം എനിക്കത് ഉപകാരമായി തീരണമേ. മനസാന്തരത്തിനായി ഈ രാവിലെ എന്നെ ഒരിക്കൽ കൂടെ സമർപ്പിക്കുമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദേവദാസന്മാർ ഇപ്പോൾ ഗാനങ്ങൾ ആലപിക്കും.